ഇനി നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അവിടെ തൃക്കുന്നപ്പുഴ, ആലപ്പുഴ പഞ്ചായത്തുകളുടെ തീരദേശ റോഡുകൾ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട് എന്നത് മനസ്സിലാക്കുന്നു. ഷാജഹാൻ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇപ്പോൾ ഈ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ കടൽ കയറിയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇതിനെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? കാവ്യ, ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് ഏതാണ്ട് 3-4-5 കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് കടൽഭിത്തി പൂർണ്ണമായിട്ടും ഇല്ലാത്ത ചില പ്രദേശങ്ങളുള്ളത്. അത് ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളുടെ തീരപ്രദേശത്താണ്. ബാക്കി നമുക്കറിയാം, ചെല്ലാനം മുതൽ ജില്ലയുടെ തീരപ്രദേശത്ത് പുലിമുട്ടുകളും അതോടൊപ്പം തന്നെ കടൽഭിത്തികളും ഉള്ളതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായുള്ള കള്ളക്കടൽ പ്രതിഭാസം ആലപ്പുഴയെ കാര്യമായി ബാധിച്ചിട്ടില്ല. പക്ഷേ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് സുനാമി വീശിയടിച്ച പ്രദേശം കൂടിയാണ്. ഈ പ്രദേശം കടലും തീരദേശ റോഡുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു കടൽക്ഷോഭം ഉണ്ടായാൽ പോലും ഈ പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ ഇത്തരത്തിൽ തീരദേശ മേഖലയിലേക്ക് കടലും അതോടൊപ്പം തന്നെ ഒപ്പം മണലും അടിച്ചു കയറുകയും ഈ മേഖലയിലുള്ള ഗതാഗതം തടസ്സപ്പെടുകയുമാണ് ഉണ്ടായത്. മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് മാത്രമാണ് ഇത്തരത്തിൽ നേരിയ തോതിൽ കടൽക്ഷോഭം അനുഭവപ്പെട്ടത്. അത് കള്ളക്കടൽ പ്രതിഭാസമാണോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് അത്തരം സംഭവങ്ങളൊന്നുമില്ല. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ ആറാട്ടുപുഴ പഞ്ചായത്തിന്റെയും തീരപ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് നിലവിലെ പ്രശ്നം. കാവ്യ. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും തീരദേശത്തെ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. ജാഗ്രതാ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ പൂർണ്ണമായ സഹകരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.